ഉടുമ്പന്നൂർ വന്നിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. അതിന് അങ്ങനെ പറഞ്ഞേ. ഈ ചിരട്ട വരെ കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടും. ഈ ചിരട്ട കൊടുത്ത പൈസ കിട്ടും. എവിടെ കിട്ടും? നമ്മുടെ ഉടുമ്പന്നൂർ സുബേർ, പനച്ചിക്കര സുബേറുണ്ട്. മറ്റേ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഇടതുവശത്തുള്ള കട. അവിടെ ഈ ചിരട്ട കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടും. ഈ തേങ്ങാച്ചട്ട കൊടുത്താൽ പൈസ കിട്ടും. ഇത് ചുമ്മാ റോഡിൽ കൂടെ തട്ടി കളിക്കുന്ന സാധനം. ഇത് കൊണ്ട് കൊടുത്താൽ സുബേർ പൈസ തരും. നമുക്ക് സുബേറിന്റെ അടുത്തേക്ക് പോയാലോ? സുബേറിന്റെ അടുത്ത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. വഴി അറിയാവോ? വഴി അറിയാം. ഒന്നും പോയേക്കാം, അങ്ങോട്ട് പോവാം. ഇപ്പൊ ഇവിടെ ചിരട്ട കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും പറഞ്ഞിട്ട് ഉറപ്പായിട്ടും പൈസ കിട്ടും. ഉറപ്പായിട്ടും പൈസ കിട്ടും. അത് എങ്ങനെയായിട്ട് സംഭവം എന്ന് പറഞ്ഞത്? ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കിലോയ്ക്ക് വിലക്ക് എടുക്കേണ്ട ചിരട്ട എടുക്കുന്നുണ്ട്. ആ ചിരട്ടയുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള വില കൊടുക്കും. നനവുണ്ടെങ്കിൽ നനവിന്റെ കുറവ് അതിനനുസരിച്ചുള്ള ഇപ്പൊ ചിരട്ടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു കാലമല്ലോ, മഴക്കാലമൊക്കെ ആലോ. സ്വാഭാവികമായിട്ട് ആ ചിരട്ടയുടെ തൂക്കത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു ധാരാളം വില കുറയും. പിന്നെ ഞങ്ങളൊരു 20 രൂപ, 17 രൂപ, 22 രൂപ അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ പോലുണ്ട്. റേഞ്ചിൽ കിലോയ്ക്ക് വിലയുണ്ട്. കിലോയ്ക്ക് വിലയുണ്ട്. ഇത് ഒരു മാസത്തിൽ കൂടുതലായിട്ടില്ല. എപ്പോഴും ഉണ്ടാവും. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, പരസ്യമായിട്ട് ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ നമ്മുടെ ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ പല സ്ഥലത്തൂടെയും ചെറിയ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്, നമ്പറും വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കളക്ട് ചിരട്ട എടുത്ത് അതിന്റെ കൂടെ ആക്രി എടുക്കൂട്ടും. നമ്പർ ഈസി ആയിട്ട് കൊടുത്തു. എവിടെയാണെങ്കിൽ നമ്മൾ എടുക്കാം. കൂടുതലുണ്ടെങ്കിൽ പുറത്തുപോയി എടുക്കാം. പിന്നെ ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ വെറുതെ കത്തിച്ച് കളയുന്ന സാധനമാണല്ലോ ഈ ചിരട്ടയൊക്കെ. ഉറപ്പായിട്ടും അത് നമുക്കറിയാമോ. എത്രത്തെ നാളത്തേക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഇപ്പൊ ഒന്ന് പോവാം. ഞാനിത് ഏറ്റവും കൂടി ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ നമ്മുടെ വണ്ടി വരും, സാധനം കൊടുത്തു വിടും. എന്തിനാന്നറിയില്ല. ഇത് ലോഡ് കയറിപ്പുണ്ട്. ഇത് തമിഴ്നാടാ പോണേ. കോയമ്പത്തൂർ പാർട്ടി ചെയ്ത് കൊണ്ടുപോകണം. പരിപാടിക്ക് കൊണ്ടുപോകുന്ന അറിയാവുന്ന കമന്റ് ചെയ്തേ. അതാകുമ്പോ നമുക്ക് മനസ്സിലാവും. നമ്മളിത് ഒരു ബിസിനസ്സുകാരനാന്ന് മാത്രമേ ഉള്ളൂ. ഇത് എടുക്കൂന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്തെന്ന് മാത്രം. ഈ കാലത്ത് ഒരു പുതിയൊരു ബിസിനസ് ആയിട്ട് ഞാൻ കണക്കൂട്ടിയത്. എനിക്കൊരു ഇവിടെ ഒരു കടയും കൂടെ ഉണ്ട്. ഒരു നൈറ്റി സെന്റർ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റേഷനറി, അങ്ങനെ സോപ്പ് ഓയില്, ബക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു ചെറിയ സൈഡിൽ അതുണ്ട്. ഉടുമ്പന്നൂരിൽ കുറച്ച് മാറിയിട്ടാണ് ഈ കടയുള്ള. കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ വരുന്നവർക്ക് എളുപ്പമായിരിക്കും. കറക്റ്റ് ലൊക്കേഷൻ ഉടുമ്പന്നൂർ പെട്രോൾ പമ്പിനോട്. പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വളവാണ്. ആ വളവില് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഒത്തിരി വീടുകളിൽ വേസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാൻ നമ്മുടെ അടുത്തുള്ള കേരളത്തിലുള്ള ചേട്ടൻ മറ്റേ അങ്ങനെയൊന്നും വരുമെന്ന് എനിക്ക് തോന്നല്ല. അതായത് വരുന്നത് തോന്നോട്ടെ. പിന്നെ ഇത് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഇപ്പൊ കണ്ട കൊതുക്, ഈ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുവും ഇതൊന്നും ഉണ്ടാവൂല. നമ്മുടെ പരിസരം ഒക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവരും നമുക്ക് ചിരട്ട തരിക, നാടിനെ നന്നാക്കുക.